യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അപ്പോൾ അതാണ് ക്രിസ്തുവിലുള്ള ഫ്രീഡം. ആ ഫ്രീഡത്തെയാണ്, ആ സ്വാതന്ത്ര്യത്തെയാണ് ഹനിക്കുവാൻ ഈ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പൗലോസ് 5-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയത് stand fast therefore in the liberty by which Christ has made us free. ലിബർട്ടി എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ചിലരത് യാതൊരു കൺട്രോളും ഇല്ലാതെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസ് ആയി എടുക്കാറ്. ചില വിശ്വാസികൾക്ക് ഭയവും അതാണ്. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിയമത്തെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ ഞാൻ വളരെ ഫ്രീ ആണല്ലോ, അത് പാപത്തിലേക്ക് എന്നെ നയിക്കുകയില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് പ്രത്യേകിച്ച് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് അല്ല, എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുവാനുള്ള അവകാശം അല്ല. നാം ന്യായപ്രമാണത്തിന് കീഴല്ല, എന്നാൽ നമ്മൾ ലോലെസ്സും അല്ല, നിയമമില്ലാത്തവരല്ല. നമ്മൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ നിയമം അനുസരിക്കുന്നവരാണ്. അതാണ് ഇവിടെ 13, 14, 15 വാക്യങ്ങളിൽ പൗലോസ് ആ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് പറഞ്ഞ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് 1-ാം വാക്യത്തിലും പറയുന്നത്. നിങ്ങൾ യു ബീൻ കോൾഡ് ഫോർ ഫ്രീഡം. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ, ജഡം എന്ന് പൗലോസ് പറയുന്നത്, ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ലോകത്തിന്റെ ആത്മാവാണ്, പിശാചിന്റെ ആത്മാവാണ്. ഈ ലോകത്തെയും നമ്മുടെ പഴയ ജീവിതത്തെ കൺട്രോൾ ചെയ്തിരുന്ന ലോകത്തിന്റെ ഒരാത്മാവുണ്ട്. അതിനെയാണ് പൗലോസ് ജഡം എന്ന് വിളിക്കുന്നത്. നാം വീണ്ടും ജനിച്ചപ്പോൾ ആ ജഡത്തിന്റെ ആത്മാവിനെ ദൈവം നിഷ്ക്രിയമാക്കി തീർത്തു. അത് നമ്മൾ പ്രത്യേകം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം പരിശോധിച്ചാൽ അവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ പഴയ മനുഷ്യൻ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. ഇവിടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്തിരുന്ന പഴയ ശക്തിയാണ്. അത് എഫെസ്യ ലേഖനത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എഫെസ്യർ 2:1 മുതൽ 10 വരെ ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തിയെ കുറിച്ചുള്ള പൗലോസിന്റെ ഏറ്റവും വിശദമായ ഒരു വിവരണമാണ് എഫെസ്യ ലേഖനം 2-ന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ കാണുന്നത്. അവിടെ പ്രകാരം പൗലോസ് പറഞ്ഞു തുടങ്ങുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ഈ മരിച്ചത് എങ്ങനെയായിരുന്നു എന്നാണ് പൗലോസ് പിന്നെ അടുത്ത വാക്യങ്ങൾ പറയുന്നത്. അവയിൽ, അതായത് ഈ പാപങ്ങളിൽ നിങ്ങൾ മുൻപേ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ഈ ലോകത്തിന്റെ കാലഗതിയെയും, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഫാഷൻ, ഈ ലോകത്തിന്റെ ചിന്തകൾ, ഈ ലോകത്തിന്റെ തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ അനുസരിച്ചു. 1. 2, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു. അത് പിശാചിനെ കുറിച്ചാണ്. നിങ്ങൾ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചു, നിങ്ങളുടെ പഴയ ആത്മാവിന്റെ അധിപതിയായിരുന്ന പിശാചിനെ അനുസരിച്ചിരുന്നു. 3-ാം വാക്യം പറയുന്നു, നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട്
മറ്റുള്ളവരുടെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടം, ലോകത്തിന്റെ ഇഷ്ടം, പിശാചിന്റെ ഇഷ്ടം അല്ലെ അധികാരം, അതുപോലെ നമ്മുടെ സ്വന്തം ഇഷ്ടം, അതാണ് ലോകം, പിശാച്, ജഡം എന്ന 3 പാപത്തിന്റെ സോഴ്സസ് ആ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചത് പരിശുദ്ധാത്മാ നമ്മൾ വാസം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റോമർ 6:6 പറയുന്ന പോലെ നമ്മുടെ പാപശരീരം നിഷ്ക്രിയമാക്കി ദൈവം എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിച്ചില്ല. പിശാചിനെ ദൈവം നശിപ്പിച്ചില്ല. നമ്മുടെ പഴയ മനുഷ്യനെ ദൈവം നശിപ്പിച്ചു കളഞ്ഞില്ല. അതിനെ നിഷ്ക്രിയമാക്കി, അതിനെ മാറ്റിവെച്ചു. അതിന് നിങ്ങൾ കർത്തൃത്വമില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചു. എപ്പോൾ വരെ? നാം അതിനെ അനുവദിക്കുന്നത് വരെ. നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, നാം പാപത്തിൽ കഴിഞ്ഞ സമയത്ത്, നാം പാപികളായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പൗലോസ് എഫെസ്യർക്കാരോട് പറഞ്ഞ പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല. We had no choice. We were compulsorily following the world, the devil and our own self. ലോകത്തെയും പിശാചിനെയും നമ്മുടെ സ്വയത്തെയും അനുസരിച്ച് നടക്കാതെ നമുക്ക് നിവൃത്തിയില്ലാത്ത ഒരു കാലം നമുക്കുണ്ടായി. അതുകൊണ്ടാണ് ഈ ലൗകികരായ മനുഷ്യർ അവരത് അറിയുന്നില്ല. അവർക്കൊരു ഫ്രീഡം ഇല്ല എന്നവരറിയുന്നില്ല. കാരണം അവർ പിശാചിന്റെ ആധിപത്യത്തിലുള്ള ലോകത്തെയും നമ്മുടെ സ്വയത്തെയും അനുസരിച്ച് നടക്കുവാൻ അവർ ബന്ധനസ്ഥരാണ്, ബാധ്യസ്ഥരാണ്. എന്നാൽ നാം വിശ്വാസികളായി കഴിയുമ്പോൾ നമുക്കൊരു ചോയ്സ് അവിടെ ലഭിക്കുക. വിശ്വാസികളായതിന്റെ അർത്ഥം പിന്നീട് നമുക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നല്ല. പാപം ചെയ്യാനുള്ള കഴിവെല്ലാം നമുക്കുണ്ട്. എന്നാൽ നമുക്കൊരു പുതിയ നേച്ചർ ദൈവം തന്നു. നമ്മുടെ പ്രകൃതി മാറ്റി നമ്മുടെ ആത്മാവിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ തന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ആത്മാവിനെ അനുസരിക്കാതെ നടക്കാം. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, ഞാൻ ആത്മാവിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പലപ്പോഴും ഞാൻ തെറ്റിപ്പോകുന്നു. ഞാൻ തെറ്റിപ്പോകുമ്പോൾ, ഞാൻ ആത്മാവിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, എൻ്റെ സ്വയം ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ വീണ്ടും ഞാൻ പഴയ മനുഷ്യനിലേക്ക് പോവുകയാണ്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അത് വസ്ത്രം മാറുന്നതും ധരിക്കുന്നതും പോലെയാണ്. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. എന്നാൽ ഈ പഴയ ഉരിഞ്ഞു കളഞ്ഞ മനുഷ്യനെ തിരികെ നമുക്ക് എടുത്ത് അണിയുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അത് ദൈവം ഹനിച്ചിട്ടില്ല. ചില ചോദിക്കാറുണ്ട്, എന്തിനാ ദൈവം അങ്ങനെ ചെയ്യുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മള് ഇന്നത്തെ കാലത്തെ റോബോട്ടുകൾ പോലെ ഒരു സ്വിച്ചിട്ട് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്താൽ ഇങ്ങോട്ട് വരിക, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അറിഞ്ഞ് അത് പ്രവർത്തിക്കുക, അങ്ങനെ മെക്കാനിക്കലായിട്ട് യാന്ത്രികമായി ദൈവത്തെ അനുസരിക്കാനല്ല. ആദാമിനെ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത്. പുതിയ സൃഷ്ടിയും ദൈവം അങ്ങനെയല്ല സൃഷ്ടിക്കുന്നത്. പുതിയ സൃഷ്ടിയിൽ ദൈവത്തിന് നമുക്ക് പൂർണ്ണമായ അധികാരം, തിരഞ്ഞെടുക്കുന്ന അധികാരം. God wants us to choose to obey God. നാം ദൈവത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട് അനുസരിക്കണമെന്ന് ആഗ്രഹിക്കും. അതാണ് ഫ്രീഡം. ആ ഫ്രീഡം, അതിൽ നമ്മൾ മാറുമ്പോൾ, നാം പഴയ മനുഷ്യനെ എടുത്ത് ധരിക്കുമ്പോൾ നാം വീണ്ടും ആ ജഡത്തിന് അവസരമാക്കുക ചെയ്യുന്നു. അതുകൊണ്ട് ഗലാത്യർ 5:13 പൗലോസ് പറയുന്നു, ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. ദൈവന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, ഇല്ലേ? ശരിയാണ്. എനിക്ക് നിത്യജീവന് കിട്ടി, ശരിയാണ്. ഞാൻ ക്രിസ്തുയേശുവിലാണ്, എനിക്ക് ശിക്ഷാവിധി ഇല്ല, ശരിയാണ്. ഇതെല്ലാം പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് റോമാലേഖനത്തിൽ ഒരു ചോദ്യം ഇങ്ങനെയുള്ള ആളുകൾ പൗലോസിനെ ചോദിക്കുന്നതായിട്ട്
പൗലോസ് തന്നെ വ്യാഖ്യാനിക്കുന്നു. പൗലോസ് പറയുന്നു, 6-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് പൗലോസ് പറയുന്ന ഇപ്രകാരമാണ്. അതിന്റെ മുകളില് പൗലോസിന് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, പൗലോസെ, ദൈവത്തിന്റെ കൃപ പൂർണ്ണമായും സൗജന്യമാണോ? പൗലോസ് പറയുന്നത് തീർച്ചയായിട്ടുമാണ്. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ കൃപ ദൈവം മാറ്റിക്കളയുമോ? ഒരിക്കലും മാറ്റുകയില്ല. അപ്പോൾ ചോദ്യം, പൗലോസെ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൃപ വരേണ്ടതിന് ഞാൻ കൂടുതൽ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ? പൗലോസുകാരൻ ചോദിച്ചതല്ലത്, പൗലോസ് തന്നെ അത് ഇമാജിൻ ചെയ്യുകയാണ്. ആ ചോദ്യമാണ് പൗലോസ് റോമർ 6-ാം അധ്യായത്തിൽ ചോദിക്കുന്നത്. എന്നിട്ട് പൗലോസിന്റെ ഉത്തരം ഇതാണ്, ഒരു നാളും അത് ചോദിക്കുക പോലും ചെയ്യരുത്. അതൊരു ഓൾമോസ്റ്റ് ഒരു ശാപമായിട്ടാണ് പൗലോസ് ഒരു നാളും അരുത് എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ചില വേർഷൻസ് ഗോഡ് ഫോർബിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് എന്നുള്ള വാക്ക് അവിടെ ഇല്ല. അതൊരു ശാപവാക്ക് പോലെ. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം പാപത്തിന് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നമുക്ക് ജീവിക്കാം, നമ്മളങ്ങനെ തിരഞ്ഞെടുത്താൽ നമുക്ക് ജീവിക്കാം. പണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് നമുക്ക് പാപത്തിലും ജീവിക്കാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ വഴി ഇതാകുന്നു, ഇവിടെ നടക്കുക. അതുകൊണ്ട് പൗലോസോട് പറയുന്നു, ജഡത്തിന് ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കൈമാറരുത്. ഇത് വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പറയുന്നത്, ഒന്നിൽ നിങ്ങൾ ലോയുടെ കീഴിലാണ്, യു ആർ അണ്ടർ ദ ലോ. അത് ന്യായപ്രമാണം തന്നെയാണെന്നില്ല, വിവിധ രീതിയിലുള്ള നിയമങ്ങൾ അതിന്റെ കീഴിലാണ്. അല്ലെങ്കിൽ യു ആർ അണ്ടർ ലവ്. ഇത് രണ്ടും വിപരീതമാണ്. ഒന്നുകിൽ നിങ്ങൾ നിയമത്തിന്റെ ലോയുടെ കീഴിൽ, അവിടെ ഞാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇതെല്ലാം പാലിച്ചുകൊണ്ട് പോകും. അതിനെക്കുറിച്ചൊക്കെ 4-ാം അധ്യായത്തിൽ വിശദമായിട്ട് പൗലോസ് പറഞ്ഞു, നമ്മൾ വായിച്ചതാണ്. അല്ലെങ്കിൽ ഇവിടെ പൗലോസ് പറയുന്നു, കൂട്ടുകാരനെ ഇത് ജഡത്തിന് അവസരം, ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഇതാണ് ഇതിന്റെ പ്രതിവിധി. നിയമത്തിന്റെ കീഴിൽ നിന്ന് ഞാൻ മാറി, എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ എനിക്ക് വേറൊരു നിയമമുണ്ട്. ആ നിയമം സ്നേഹത്തിന്റെ നിയമം. അതാണ് ക്രിസ്തുവിന്റെ നിയമം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തു. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം. ചില വിശ്വാസികൾ ചോദിക്കാറുണ്ട്, നാം ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാൽ ഇതുപോലെ തെറ്റിപ്പോവുകയില്ല? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ സ്നേഹം പകർന്നിരിക്കുന്നു. റോമർ 5-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് പറയുന്ന പോലെ ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞ് കവിയുന്നു എന്നാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ആ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. വേല ചെയ്യുക എന്നുള്ളതല്ല വാക്ക്, അടിമപ്പണി ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ അടിമകളെ പോലെ സേവിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സേവിച്ച്, അവരെ സ്നേഹിച്ച്, കൂട്ടുകാരനെ